1987 കിളിപ്പാട്ട് എന്ന സിനിമയിലൂടെയാണ് ബാലനടനായി മലയാള സിനിമയിൽ ജിഷ്ണു രംഗപ്രവേശം ചെയ്തത്. കമലിൻ്റെ നമ്മളിലൂടെയാണ് സിനിമയിൽ സജീവമായത്. സിനിമയിൽ സജീവമായിരിക്കെയാണ് ജിഷ്ണുവിന് രോഗം ബാധിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഏതാനും സിനിമകളിൽ അഭിനയിച്ചു. രോഗത്തെ കീഴടക്കി തിരിച്ചു വരുമെന്ന് തന്നെ ഈ ചെറുപ്പക്കാരൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. ചിറകറ്റ് വീണ ജിഷ്ണു ഒരുപക്ഷെ വേദന എന്നത് തീർച്ചയായും അന്വർത്ഥമാക്കുന്ന നിമിഷങ്ങളിലൂടെ തന്നെയാണ് മലയാളി കടന്നു പോകുന്നത്. അഭിനയ സാധ്യതകളുള്ള ഒരു പ്രമുഖ നടൻ്റെ മകൻ, അത്തരത്തിൽ ഒട്ടേറെ ശ്രദ്ധകൾ ജിഷ്ണുവിന് മേൽ മലയാളി പതിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങനെ പറന്നുയരുന്നതിന് മുമ്പ് ചിറകറ്റ് വീണതിൻ്റെ ഒരു വേദന തന്നെയാണ് ഇന്ന് കേരളം പ്രഭാതത്തിൽ കണ്ടത്. 8:15 ജിഷ്ണു നമ്മെ വിട്ട് പിരിഞ്ഞത്. ക്യാൻസർ ബാധയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദ്യ തവണ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു. അതിനെ അദ്ദേഹം ചികിത്സയിലൂടെ അതിജീവിച്ചു. ഒടുവിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ മാരക കോശങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി ചികിത്സയിലേക്ക് പ്രവേശിച്ചു. അവസാന നിമിഷം വരെ ചികിത്സയിലൂടെ താൻ അതിജീവനത്തിലേക്ക് എത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൻ്റെ വല്ലാത്ത കിരണങ്ങളായിരുന്നു നവമാധ്യമങ്ങളിലടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ കണ്ടത്. അദ്ദേഹത്തിൻ്റെ അനുകൂല ചിന്തകൾ, ശുഭാപ്തി വിശ്വാസം, പോസിറ്റീവ് എനർജിയെ സംബന്ധിച്ചും പുഞ്ചിരിയെ സംബന്ധിച്ചും വേദനയുള്ള നിമിഷങ്ങളിൽ പോലും അദ്ദേഹം ചിരിക്കുന്നതിനെക്കുറിച്ച് ഡോക്ടർമാരടക്കം കുറിച്ചു. അങ്ങനെ മലയാളി പ്രതീക്ഷിച്ചു ജിഷ്ണു തിരികെ വരുമെന്ന്. പക്ഷേ മലയാളികളെ ഒക്കെ നിരാശയിലേക്ക് ആഴ്ത്തി ഇന്ന് ജിഷ്ണു മലയാളികളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. മഹാനടൻ ജിഷ്ണു, യുവനടൻ ജിഷ്ണു നമ്മെ വിട്ടു പിരിഞ്ഞു. ഇന്ന് 8:15 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഇപ്പോൾ കൊച്ചിയിലെ ആശുപത്രിയിൽ തന്നെയാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. സിനിമാ ലോകത്തുള്ള പ്രമുഖരൊക്കെയും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. നടൻ മമ്മൂട്ടി, സംവിധായകൻ കമൽ അടക്കമുള്ളവർ അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്.